അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് ഓരോ ടീമിലെ താരങ്ങളും പുതിയ ടീമിലേക്ക് ചേക്കേറും. വമ്പൻ ഓഫറുകൾ വരുന്ന സമയമാണിത്. ഇപ്പോഴിതാ സഞ്ജുവിനെ തേടി വലിയ ടീമുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. CSK, RCB, മുംബൈ പോലുള്ള ടീമുകൾ സഞ്ജുവിനെ വമ്പൻ ഓഫറുകൾ നൽകിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെ ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും IPL താരം അത് സഞ്ജു തന്നെയാണ്. സഞ്ജുവിന് വേണ്ടി എല്ലാ വർഷവും എല്ലാ ടീമുകളും ശ്രമിക്കാറുണ്ട്. പക്ഷേ രാജസ്ഥാൻ സഞ്ജുവിനെ വിട്ടുകൊടുക്കാറില്ല. എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ സഞ്ജുവിനെ റിലീസ് ചെയ്യുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ ടീമുകൾ സഞ്ജുവിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ടീം CSK ആണ്. CSK ടീമിന് സഞ്ജുവിനെ ആവശ്യമാണ്. ധോണി അടുത്ത വർഷം കളിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ധോണിക്ക് പിൻഗാമിയായിട്ട് രണ്ട് താരങ്ങളെയാണ് CSK നോക്കുന്നത്. ഒന്ന് ഋഷഭ് പന്ത് അല്ലെങ്കിൽ സഞ്ജു. ഇവരിൽ ഒരാൾ എന്തായാലും CSK ടീമിൽ എത്തുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെയാണ് CSK ടീമിന് കൂടുതൽ താല്പര്യം. അടുത്ത ടീം RCB ആണ്. അവർക്കും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. കാർത്തിക് വിരമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത മെഗാലയത്തിൽ മികച്ച ഒരു ഇന്ത്യൻ താരത്തെയാണ് അവർ നോക്കുന്നത്. അവരുടെ സാധ്യതാ ലിസ്റ്റിൽ സഞ്ജുവുമുണ്ട്. സഞ്ജുവിനെ ലേലത്തിൽ സ്വന്തമാക്കാനാണ് RCBയുടെ പദ്ധതി. അടുത്തൊരു ടീം മുംബൈ ആണ്. ഇഷാൻ ആണെങ്കിൽ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോം ആണ്. T20 ടീമിൽ പോലും ഇഷാൻ ഇല്ല. അതുകൊണ്ട് ഇഷാൻ കിഷനെ ലേലത്തിലിടാനാണ് മുംബൈയുടെ പദ്ധതി. പകരം കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ കൊണ്ടുവരണം. ഇനി അടുത്തൊരു ടീം ഡൽഹിയാണ്. ഋഷഭ് പന്തിനെ ഡൽഹി ടീം റിലീസ് ചെയ്യുകയാണ്. ആ സ്ഥാനത്തേക്ക് സഞ്ജുവിനെയാണ് കണ്ടുവച്ചിരിക്കുന്നത്. സഞ്ജുവുമായിട്ട് ഡൽഹി ടീം മാനേജ്മെന്റ് സംസാരിച്ചു കഴിഞ്ഞു. സഞ്ജു ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ്. രാജസ്ഥാൻ ടീമിൽ നിലനിൽക്കണോ അതോ മറ്റു ടീമിലേക്ക് ചേക്കേറണമോ? രാജസ്ഥാന് സഞ്ജുവിനോട് ഇപ്പോൾ താല്പര്യമില്ല. സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് വരെ നീക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം സഞ്ജു ഏത് ടീമിലേക്ക് പോകുന്നതാണ് നല്ലത്. നിങ്ങളായി അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.